മക്കളെ, നീറ്റ് 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നീറ്റ് UG 2026 നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അതായത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അപ്പൊ അതിന് നോട്ടിഫിക്കേഷൻ ആണ്. അതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽ ആണ്. അപ്പൊ ആ ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ പറയുക. അപ്പൊ ആദ്യത്തെ ചോദ്യം, ആരാണ് നീറ്റ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ, കീമില് അതായത് സ്റ്റേറ്റിൽ മെഡിക്കൽ അലൈഡ് കോഴ്സ് കൊടുത്തിരിക്കുന്ന കുട്ടികൾ. മെഡിക്കൽ അലൈഡ് എന്ന് വരുമ്പോൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ്, MBBS, BDS, അതേപോലെ ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ബയോടെക്നോളജി, കോർപ്പറേഷൻ ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച്. അതായത് നമ്മൾ കീമില് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ പറഞ്ഞ ഏതെങ്കിലും കോഴ്സിന് വേണ്ടി, അതായത് സ്റ്റേറ്റ് കീം അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ മെഡിക്കൽ അലൈഡ് കൊടുത്തെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് നീറ്റ് ആണ്, കീം അല്ല. അപ്പോൾ അങ്ങനെ മെഡിക്കൽ അലൈഡ് കൊടുത്തിരിക്കുന്ന എല്ലാ കുട്ടികളും നീറ്റ് UG എഴുതണം. അതേപോലെ ഓൾ ഇന്ത്യ മെഡിക്കൽ കോഴ്സസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ കോഴ്സസും ഇതുപോലെ, അതായത് ഇന്ത്യയിൽ എവിടെയെങ്കിലും, കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് MBBS, BDS പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ പോലുള്ള കോഴ്സ് പഠിക്കണമെങ്കിൽ, വെറ്റിനറി പഠിക്കണമെങ്കിൽ ഒക്കെ നിങ്ങൾ നീറ്റ് എഴുതണം. അതേപോലെ സ്റ്റേറ്റിൽ ഫിഷറീസ്, അഗ്രികൾച്ചർ, കോർപ്പറേഷൻ ബാങ്കിങ്, BTech ബയോടെക്നോളജി പോലുള്ള കോഴ്സ് പഠിക്കണമെങ്കിലും നിങ്ങൾ നീറ്റ് എഴുതണം. അതായത് ഈ ഓൾ ഇന്ത്യ മെഡിക്കൽ അലോട്ട്മെന്റ് നടക്കുക, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും 15% സീറ്റ്, ജിപ്മറിന്റെ മെഡിക്കൽ സീറ്റുകൾ, അതായത് MBBS-ഉം BSc നഴ്സിംഗും പാരാമെഡിക്കലും ഒക്കെ നീറ്റ് വഴിയാണ്. അതുപോലെ എയിംസിന്റേത്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടേത്, ഇവിടുത്തെ എല്ലാം MBBS, BDS സീറ്റുകൾ ഇതുവഴിയാണ് പോവുക. അതുപോലെ ESI റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് MBBS, BDS സീറ്റുകൾ ഒക്കെ നീറ്റ് വഴിയാണ്. അപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ നോക്കുന്ന എല്ലാ കേരളത്തിലെ കുട്ടികളും നിർബന്ധമായിട്ടും നീറ്റ് എഴുതുക എന്നുള്ളതാണ് ചുരുക്കൽ പറയാൻ. ദെൻ അതേപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസ്, MNS-ന്റെയും എലിജിബിലിറ്റി എന്ത് തന്നെയാണ്? നീറ്റ് തന്നെയാണ്. അപ്പോൾ ആരാണ് നീറ്റ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോഴ്സ് താല്പര്യപ്പെടുന്നുവെങ്കിൽ നിർബന്ധമായിട്ട് നീറ്റ് എഴുതി വെക്കുക. അത് നിങ്ങൾക്ക് ഒരു വലിയ സോഴ്സ് ആണ്. ഓക്കെ, ഇതിനൊക്കെയാണ് നീറ്റ് എഴുതേണ്ടത്. ഇനി അതിന്റെ ഡീറ്റെയിൽ നോക്കുക. നീറ്റിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 8 തുടങ്ങി മാർച്ച് 8 രാത്രി 9 മണി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. എന്നാൽ ഫീ പേയ്മെന്റ് നടത്താനുള്ള സമയം ഈ മാർച്ച് 8 രാത്രി 11:50 വരെ. 9 മണിക്ക് രജിസ്ട്രേഷൻ തീർന്നാൽ രാത്രി 11:50 വരെ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്യാം. രജിസ്ട്രേഷൻ 9 മണി കൊണ്ട് കഴിയും. ഇനി കറക്ഷൻസ് മാർച്ച് 10 തുടങ്ങി മാർച്ച് 12 വരെയാണ്. അതിൽ ഈ കറക്ഷൻസിന്റെ കേസിൽ ചില സാധനങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, ചില ലിസ്റ്റ് തരും, അതിൽ 1-2 കറക്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഒരു തെറ്റുമില്ലാത്ത രീതിയിൽ ശ്രദ്ധിച്ച് വേണം അപ്ലിക്കേഷൻ ചെയ്യാൻ. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ തിരുത്താൻ നിങ്ങൾക്ക് കറക്ഷനിൽ സമയം തരും. ഓക്കെ, ഇനി എക്സാം എന്നാണ്? മെയ് 3 എക്സാം. മെയ് 3 3 മണിക്കൂർ, ഉച്ചയ്ക്ക് 2 മണി തുടങ്ങി 5 മണി വരെയുള്ള 3 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. ആ 3 മണിക്കൂർ കൊണ്ട് 180 മിനിറ്റ് കൊണ്ട് 180 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കമ്പൽസറി ആണ്, ഓപ്ഷൻസ് ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 180 ക്വസ്റ്റ്യൻ ആണ്. അത് MCQ ആണ്. മാത്രമല്ല പെൻ ആൻഡ് പേപ്പർ ആണ്. ഇപ്പോഴും നിലവിൽ പെൻ ആൻഡ് പേപ്പറിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപൂർവം എക്സാമുകളിൽ ഒന്നാണ് നീറ്റ്. അപ്പോൾ പെൻ ആൻഡ് പേപ്പർ ആണ്, CBT കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല. അതിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻ ഉണ്ടാവും, കെമിസ്ട്രിയിൽ 45 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ബയോളജി, ബോട്ടണിയും സുവോളജിയും ചേർത്ത് 90 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെയാണ് 180 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കും ഒരു തെറ്റ് ഉത്തരത്തിന് -1 പോവുകയും ചെയ്യും. അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ചില ക്വസ്റ്റ്യൻസിൽ എന്താവും, 2 ഓപ്ഷൻസ് ഒക്കെ വരും. ആ 2 ഇപ്പോൾ എയും അല്ലെങ്കിൽ 1 and 2 2 കറക്റ്റ് ഓപ്ഷൻ വന്നാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തവർക്ക് മാത്രമേ മാർക്കുള്ളൂ, ലീവ് ചെയ്തവർക്ക് മാർക്ക് കിട്ടൂല. ഇനി ഇത് 4ഉം, സപ്പോസ് 4 ഓപ്ഷൻ ഉണ്ട്, 4ഉം ആൻസർ ആയി വന്നു എന്ന് വിചാരിക്കുക. അപ്പോഴും ഇത് അറ്റൻഡ് ചെയ്തവർക്കേ മാർക്കുള്ളൂ. ഇതിൽ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം അറ്റൻഡ് ചെയ്താൽ നെഗറ്റീവ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തവർക്ക് അതിന്റെ മാർക്ക് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താൽ മാത്രമാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കില്ല, എക്സാം അപ്പിയർ ചെയ്താൽ അതിന്റെ മാർക്ക് കിട്ടും. അപ്പൊ ശ്രദ്ധിക്കുക, ആ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആൻസർ നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ മാത്രം. 4 ഓപ്ഷനും കറക്റ്റ് ആയി വന്നു, പക്ഷെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്തു എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താലേ ലീവ് ചെയ്തവർക്ക് മാർക്ക് കിട്ടൂ, അതും ശ്രദ്ധിക്കണം. ഇനി നെഗറ്റീവ് മാർക്ക് ഞാൻ പറഞ്ഞു, തെറ്റിയാൽ 1 മാർക്ക് നിങ്ങൾക്ക് മൈനസ് പോവുകയും ചെയ്യും. അപ്പൊ എക്സാമിന്റെ ഡീറ്റെയിൽ ഞാൻ അധികം ഡീറ്റെയിൽ പറയുന്നില്ല. അതിന്റെ റീസൺ, ഇപ്പൊ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് എക്സാമിന് മുമ്പ് അഡ്മിറ്റ് കാർഡ് വരുമ്പോഴേക്കും അഡ്മിറ്റ് കാർഡിന്റെ ഡീറ്റെയിലും എക്സാമിന്റെ ഡീറ്റെയിലും പിന്നീട് ഡീറ്റെയിൽ ആയി പറയാം. ഇപ്പൊ നിലവിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആ കാര്യങ്ങളും മാത്രമാണ് ഇതിൽ ഓർമ്മിപ്പിക്കുക. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുകയും നിങ്ങളുടെ രജിസ്ട്രേഷനെ അത് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി വെബ്സൈറ്റ് നോക്കുക, neet.nta.nic.in എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്ട്രേഷന് ഫീസ് ഉണ്ട്. ആ ഫീ എത്രയാണ്? ജനറൽ കാറ്റഗറിയിലെ കുട്ടി 1700 രൂപ അടയ്ക്കണം. ഇത് EWS കാറ്റഗറിയോ അല്ലെങ്കിൽ OBCയിലെ NCL, OBC ആയാൽ പോരാ, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കുട്ടിയാണെങ്കിൽ NCL കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ 1600 രൂപ അടച്ചാൽ മതി. OBC ആണ്, NCL കിട്ടില്ലെങ്കിൽ നിങ്ങളെ ജനറൽ ആയിട്ടാണ് പരിഗണിക്കുക,
1700 തന്നെ അടയ്ക്കേണ്ടി വരും NCL അല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ജനറലിന് മാത്രം 1700, EWSനും OBC NCLനും 1600, SC കാറ്റഗറി, ST കാറ്റഗറി, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, തേർഡ് ജെൻഡർ കാറ്റഗറി ഒക്കെ 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. ഇന്ത്യക്ക് പുറത്തും എക്സാം സെന്റർ ഉണ്ട്. അങ്ങനെ ഔട്ട്സൈഡ് ഇന്ത്യ ചൂസ് ചെയ്താൽ 9500 രൂപയാണ് ഫീ അടയ്ക്കേണ്ടി വരിക. റൈറ്റ്. ഇനി ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കിട്ടും. ഇംഗ്ലീഷ് മാത്രമായിട്ടും ക്വസ്റ്റ്യൻ കിട്ടും. നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്ലസ് മലയാളം. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ മാത്രവും അവൈലബിൾ ആണ്. ബൈലിക്വൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്ലസ് ലോക്കൽ ലാംഗ്വേജുകൾ മലയാളത്തിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും. അതിലും മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ് പ്ലസ് മലയാളം ആയിരിക്കും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫൈനലി ഇംഗ്ലീഷ് ആണ്. ഇപ്പൊ ട്രാൻസ്ലേഷനിൽ എന്തെങ്കിലും ഒരു എറർ ഒക്കെ വന്നാലും ഫൈനലായിട്ട് കൺസിഡർ ചെയ്യുക ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് സെന്ററും വെക്കാം. പക്ഷെ ഇംഗ്ലീഷ് പ്ലസ് മലയാളം ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം സെന്റർ എവിടെ കിട്ടൂ? കേരളത്തിലോ ലക്ഷദ്വീപിലോ മാത്രമേ കിട്ടൂ. ഈ കേരളത്തിലെ സെന്ററുകളിലും ലക്ഷദ്വീപ് സെന്ററുകളിലും മാത്രമാണ് ഇംഗ്ലീഷ് പ്ലസ് മലയാളം കിട്ടുക. എന്നാൽ ഇന്ത്യയിൽ എവിടെയും എക്സാം സെന്റർ വെച്ചാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് മാത്രമായിട്ടോ ഇംഗ്ലീഷ് മലയാളമായിട്ടോ ചൂസ് ചെയ്യാം. ഇനി സിലബസ് നോക്കുക. നോ ചേഞ്ച്. 2025 അതേ സിലബസ് ആണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ 2025 സിലബസ് നിങ്ങൾ നോക്കി അറിയാം. ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടതാണ്. സിലബസ് നേരത്തെ വന്നതാണ്. നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആണ്. സിലബസ് വേറെയും കൊടുത്തിട്ടുണ്ട്. സിലബസിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രോഗ് എന്നുള്ള ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും ഈ നോട്ടിഫിക്കേഷന് കൂടെയും വന്നിട്ടുണ്ട്. അത് ഇൻസെക്ട് ആൻഡ് ഫ്രോഗ് എന്ന് വായിക്കാനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സിലബസിൻ ഒരു പ്രിന്റിംഗ് എറർ മാത്രമാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി അവർ നോട്ടിഫിക്കേഷന് കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സിലബസ് ചേഞ്ച് ഒന്നുമില്ല. NCERT അങ്ങനെ തന്നെ പഠിക്കാം. ഇനി മോഡ്, എക്സാം മോഡ് എന്താണ്? പെൻ ആൻഡ് പേപ്പർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, പെൻ ആൻഡ് പേപ്പറിൽ നടക്കുന്ന അപൂർവം എക്സാമുകളിൽ ഒന്നാണ് ഇപ്പോഴും നീറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അതിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി ഞാൻ അതിന്റെ ബാക്കി ഡീറ്റെയിൽ, എക്സാം സെന്റർ എവിടെയാണ്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കാം. ഇനി എക്സാം എഴുതാൻ വേണ്ട എലിജിബിലിറ്റി നോക്കാം. എലിജിബിലിറ്റിയിൽ കംപ്ലീറ്റ് 17 years, അതായത് 17 വയസ്സ് തികഞ്ഞിരിക്കണം. എന്നാണ്? 2026 ഡിസംബർ 31 അതിനു മുമ്പോ ഈ 17 വയസ്സ് തികഞ്ഞിരിക്കണം. അപ്പോൾ ആ വർഷം 2026 ഡിസംബർ 31 മുമ്പ് നിങ്ങൾക്ക് 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം ഇത് എഴുതാൻ. അഥവാ ബോൺ ഓൺ ഓർ ബിഫോർ, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2009 ഡിസംബർ 31 അതിനു മുമ്പോ ആയിരിക്കണം. അപ്പോൾ 2009 ഡിസംബർ 31 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മിനിമം ഏജ് ലിമിറ്റ് ഉണ്ട് 17 വയസ്സ്. എന്നാൽ ദർ ഈസ് നോ അപ്പർ ഏജ് ലിമിറ്റ്. ഉയർന്ന പ്രായപരിധിയില്ല. ഏത് പ്രായക്കാർക്കും എഴുതാം. പക്ഷെ മിനിമം 17 വയസ്സായിരിക്കണമെന്ന് മാത്രം. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താ നോക്കുക. മസ്റ്റ് സ്റ്റഡി പ്ലസ് ടു പഠിക്കണം. പ്ലസ് ടു പാസ്സാവണമെന്ന് നിർബന്ധമില്ല. ഈ വർഷം, അത് പാസ്സാവണമെന്ന് പറഞ്ഞാൽ ഈ വർഷം അപ്പിയറിംഗ് കുട്ടികൾക്കും എഴുതാമെന്നാണ്. ഫെയിൽ ആയാൽ പറ്റില്ല. ഈ വർഷം അപ്പിയർ ചെയ്യുന്ന കുട്ടികൾക്കും പറ്റും, പാസ്സായവർക്കും പറ്റും. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് പകരം ബയോടെക്നോളജി പഠിച്ചാൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ബയോളജിയോ ബയോടെക്നോളജിയിലോ തേർഡ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇത് പ്ലസ് ടുവിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമാണ്. അപ്പൊ പാസ്സായിരിക്കണം. ഇപ്പൊ ഈ വർഷം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എഴുതുന്നതിൽ പ്രശ്നമില്ല എന്ന് മാത്രം. ഇനി ഈ വർഷം പ്ലസ് ടു എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ, അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ക്വാളിഫിക്കേഷൻ ഓർ ക്വാളിഫയിങ് എക്സാം കോഡ് ചോദിക്കുന്നിടത്ത് പ്ലസ് ടു അപ്പിയറിംഗ് കുട്ടി 1 എന്നുള്ള കോഡ് കൊടുക്കണം. പ്ലസ് ടു പാസ്സായ കുട്ടി 2 എന്നുള്ള കോഡാണ് കൊടുക്കേണ്ടത്. ഇനി ഇതുപോലെ ഡിഗ്രി പാസ്സായ കുട്ടികൾക്ക് വേറെയാണ് കോഡ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് വേറെയാണ് കോഡ്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്ലസ് ടു അപ്പിയറിംഗോ അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സോ ആയിരിക്കും. ഒന്നുകിൽ പ്ലസ് ടു അപ്പിയറിംഗ് കുട്ടി, അവർ 1 കൊടുക്കുക. റിപ്പീറ്റ് ചെയ്യുന്നവര്, റിപ്പീറ്റ് ചെയ്യുന്നവര്, സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്നവരൊക്കെ കോഡ് 2 കൊടുക്കുക. റെഡി. ഇനി എക്സാം സെന്റേഴ്സ് നോക്കുക. കേരളത്തില് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപാട് സെന്ററുകളുണ്ട്. ഇതിൽ കേരളത്തിലെ സെന്റർ മാത്രം ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പത്തനംതിട്ടയിലുണ്ട്, കണ്ണൂര്, വയനാട്, ആലപ്പുഴ, അങ്കമാലി, എറണാകുളം, കണ്ണൂര്, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇടുക്കി, ഇങ്ങനെ 16ഓളം സെന്ററുകളിൽ കേരളത്തിൽ തന്നെ എക്സാം ഉണ്ട്. ഇനി ഇതുകൂടാതെ ഇന്ത്യക്ക് വെളിയിൽ 14ഓളം സെന്ററുകൾ വേറെയും ഉണ്ട്. അബുദാബി പോലെ, ദോഹ പോലെ, അങ്ങനെ കുറെ സെന്ററുകൾ, 14ഓളം സെന്റർ ഔട്ട്സൈഡ് ഇന്ത്യയും ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ചൂസ് എനി 3. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും 3 സെന്റർ ചൂസ് ചെയ്യാം. പക്ഷെ അതിലൊരു പ്രത്യേകം ശ്രദ്ധിക്കണം, അത് നിങ്ങളുടെ അഡ്രസ്സിനനുസരിച്ചാണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന സെന്റർ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സിനോ പെർമനന്റ് അഡ്രസ്സിനോ പറ്റിയ, അല്ലെങ്കിൽ ആ സ്ഥലത്തായിരിക്കണം. കേരളത്തിൽ പ്രസന്റ് അഡ്രസ്സോ പെർമനന്റ് അഡ്രസ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എഴുതി വെക്കാം. ഇനി നിങ്ങൾക്ക് എബ്രോഡ് ആണ് എഴുതേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രസന്റ് അഡ്രസ്സോ പെർമനന്റ് അഡ്രസ്സോ ഉണ്ടാവണം. ഇനി നിങ്ങൾക്ക് കുട്ടിക്ക് തമിഴ്നാട്ടിൽ എക്സാം എഴുതണം, തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ഒരു അഡ്രസ് ഉണ്ടാവണം. അത് പെർമനന്റ് അഡ്രസ് ആവുന്ന നിർബന്ധമില്ല. പ്രസന്റ് അഡ്രസ് ആണെങ്കിൽ പോലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അവിടെ സെന്റർ വെക്കാൻ പറ്റൂ.
ഇപ്പൊ കേരളത്തിൽ എവിടെയെങ്കിലും കേരളത്തിൽ ജനിച്ച കുട്ടി അല്ലെങ്കിൽ കേരളത്തിൽ അഡ്രസ് ഉള്ള കുട്ടിക്ക് കേരളത്തിലെ ഏത് സെന്ററും വെക്കാം. തമിഴ്നാട്ടിലെ പെർമനന്റോ പ്രസന്റ് അഡ്രസ്സോ ഉള്ള കുട്ടിക്ക് തമിഴ്നാട്ടിലെ ഏത് സെന്ററും ചൂസ് ചെയ്യാം. അങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾ ആ നിൽക്കുന്ന ലൊക്കാലിറ്റി എന്നല്ല അർത്ഥം, ആ സംസ്ഥാനത്ത് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സോ പെർമനന്റ് അഡ്രസ്സോ നിൽക്കുന്ന സ്റ്റേറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ ചോയ്സ്, സിറ്റി ചോയ്സ് വെക്കാൻ പറ്റൂ. റൈറ്റ്. ഇനി അടുത്തതാണ് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ്. ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡോക്യുമെന്റ്സ് റിക്വയർഡ്. അതായത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാ? ഒന്ന് ആധാർ കാർഡ്. അപ്പൊ ഇതിൽ ഐ ഡി പ്രൂഫായിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡ് കൊടുക്കാം, പാൻ കാർഡ് കൊടുക്കാം, ഡിജി ലോക്കറിലെ ഡോക്യുമെന്റ് ഉപയോഗിക്കാം, പാസ്പോർട്ട് ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗിക്കാം. ബട്ട് പ്രിഫറബിളി എന്താണ്, ആധാർ കാർഡ് കൊടുക്കുകയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ കാർഡ് അല്ലാതെ മറ്റേതെങ്കിലും ഡോക്യുമെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിന്റെ കൂടെ ഒരു അഡീഷണൽ പേജ് വരും. ആ പേജ് ഫില്ല് ചെയ്ത് ഫോട്ടോ ഒട്ടിച്ച് നിങ്ങളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ ഒക്കെ സിഗ്നേച്ചർ ഒക്കെ വാങ്ങി നിങ്ങൾ പോവേണ്ടി വരും. അപ്പൊ അതിന് നല്ലത് അഫിഡവിറ്റ് ഒക്കെ തയ്യാറാക്കുന്നതിൽ നല്ലത് ആധാർ കാർഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആധാർ കാർഡ് അല്ലാത്തവർക്ക്, ഈ നോൺ ആധാർ കാൻഡിഡേറ്റ്സിനൊക്കെ നിങ്ങൾ അഡീഷണലി ഒരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും എക്സാമിന്റെ സമയത്ത്. അതുകൊണ്ട് ആധാർ കാർഡ് ഉള്ളവർ ആധാർ കാർഡ് തന്നെ ഉപയോഗിക്കുക. അതില്ല എങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത ഓപ്ഷൻസ് ചൂസ് ചെയ്യാവൂ. അപ്പൊ അത് ഒന്ന് ആധാർ കാർഡാണ്. അപ്പൊ അതിന്റെ സൈസ് 10 to 200 KB ഉള്ളിൽ നിൽക്കണം, JPG ഓർ JPEG ഫോർമാറ്റിലായിരിക്കണം. പിന്നെയുള്ളത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ JEEക്ക് എടുത്തത് CUETക്ക് എടുത്തത് ഒക്കെ തന്നെ ഉപയോഗിക്കാം. റീസെന്റ് പാസ്പോർട്ട് ആയിരിക്കണമെന്നേ ഉള്ളൂ. മുഖം മറയരുത്, ചെവി മറയരുത് എന്നൊക്കെയാണ്. നിങ്ങൾ ഉപയോഗിച്ച JEEക്കൊക്കെ ഉപയോഗിച്ച അതേ ഫോട്ടോ, അല്ലെങ്കിൽ കീമിന് ഉപയോഗിച്ച ഫോട്ടോ, അല്ലെങ്കിൽ CUETക്ക് ഉപയോഗിച്ച ഫോട്ടോ ഒക്കെ കൊടുക്കാം. സ്ഥിരമായിട്ട് കന്നഡ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കന്നഡ വെച്ചും ഫോട്ടോ കൊടുക്കാം, കന്നഡ ഇല്ലാതെയും ഫോട്ടോ കൊടുക്കാം, ആ പ്രശ്നങ്ങളില്ല. സ്ഥിരമായിട്ട് കന്നഡ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാത്രം കന്നഡ വെച്ച് എടുത്താൽ മതി. ഓക്കെ. അതിൽ പേരും ഡേറ്റും ഒന്നും വെക്കാൻ പറഞ്ഞിട്ടില്ല, അപ്പൊ അതൊന്നും പ്രശ്നമില്ല. നിങ്ങളുടെ പേരോ ഡേറ്റോ ഒന്നും വെക്കേണ്ടതില്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇനി ഇതിന്റെ ഒരുപാട് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം ഇത് തന്നെയാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴും ഈ ഫോട്ടോ ഉണ്ടാവും, നിങ്ങൾ അതിൽ പേസ്റ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ ആണ്. അങ്ങനെ അതുകൊണ്ട് ഈ ഫോട്ടോയുടെ കോപ്പി സഫീഷ്യന്റ് കയ്യിൽ ഉണ്ടാവണം. ഇനി മൂന്നാമത്തേത് ശ്രദ്ധിക്കുക, വേറെ ഒരു ആപ്ലിക്കേഷനിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് തമ്പ് ഇംപ്രഷന്റെ കാര്യം ശ്രദ്ധിക്കുക. ഇതിലേ തമ്പ് മാത്രമല്ല, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് പ്ലസ് തമ്പാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 10 വിരലിന്റെയും ഇംപ്രഷനാണ്. അപ്പൊ നിങ്ങളൊരു വൈറ്റ് ഷീറ്റിലേക്ക് നിങ്ങളുടെ 10 വിരലിനെയും ഒരു ഇങ്ക് പാഡ് ഉപയോഗിച്ച് അതിലേക്ക് ഇങ്ക് ആക്കിയതിനു ശേഷം ആ 10 വിരലും ഒന്നിച്ചൊരു പേപ്പറിലേക്ക് എടുക്കുക. എന്നിട്ട് ആ പേപ്പറാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഓരോ വിരലും ഇതല്ല, തമ്പ് മാത്രമായിട്ടും അല്ല. 10 വിരലും ഇങ്ക് ആക്കിയതിനു ശേഷം ഒരു പേപ്പറിലേക്ക് അതിന്റെ ടിപ്പ് മാത്രം ഇങ്ങനെ ജസ്റ്റ് ഇംപ്രഷൻ എടുക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ 10 വിരലിന്റെയും ഇംപ്രഷൻ കിട്ടുന്ന ആ ഷീറ്റ് സ്കാൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതും ശ്രദ്ധിക്കുക. സൈസ് ഇതിനെല്ലാം 10 to 200 KB തന്നെ. പിന്നെയുള്ള സിഗ്നേച്ചർ ആണ്. അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വൃത്തിക്ക് ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെയുള്ളത് അഞ്ചാമത്തേത് 10th മാർക്ക് ലിസ്റ്റ്, ആറാമത്തേത് 10th സർട്ടിഫിക്കറ്റ്. ഇതിലൊരു പ്രശ്നം ഉണ്ടാവും. ചിലർക്ക് ഈ 10th പാസ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് മാർക്ക് ലിസ്റ്റ്. രണ്ടും ഒന്നാണെങ്കിൽ ഈ രണ്ട് സ്ഥലത്തും നിങ്ങൾക്ക് അതേ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാം. 10th മാർക്ക് ലിസ്റ്റ് ചോദിക്കുന്നിടത്തും 10th സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നിടത്തും ഒരേ സാധനം അപ്ലോഡ് ചെയ്യാം. ചിലർക്ക് മാർക്ക് ലിസ്റ്റ് വേറെയും പാസ് സർട്ടിഫിക്കറ്റ് വേറെയുമാണ്. അങ്ങനെയുള്ളവർ മാർക്ക് ലിസ്റ്റ് ചോദിച്ചെടുത്ത് മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റ് ചോദിച്ചെടുത്ത് സർട്ടിഫിക്കറ്റും കൊടുക്കാം. റെഡി. പിന്നെയുള്ളത് അഡ്രസ് പ്രൂഫാണ്. അഡ്രസ് പ്രൂഫിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പത്തെ ആധാർ തന്നെ ഉപയോഗിക്കാം. ഇനി അതല്ല പാൻ കാർഡ് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് ഉപയോഗിക്കാം. മുമ്പ് കൊടുത്തത് കൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നില്ല. പിന്നെയുള്ളത് ഇത്രയും സാധനം അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ നോക്കുക, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ ആൻഡ് ഫിംഗർ ഇംപ്രഷൻ, സിഗ്നേച്ചർ, ഇതെല്ലാം തന്നെ 10 to 200 KB സൈസിൽ നിൽക്കണം. നേരെ തിരിച്ച് 10th മാർക്ക് ലിസ്റ്റ്, 10th സർട്ടിഫിക്കറ്റ്, അഡ്രസ് പ്രൂഫ്, ഇത് മൂന്നും ഏത് സൈസിൽ നിൽക്കണം? 50 to 300 KB ഉള്ളിൽ നിൽക്കണം. ഇനി അത് കഴിഞ്ഞാലുള്ളത് UDID സർട്ടിഫിക്കറ്റ് ആണ്. അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് UDID കാർഡ് അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ്, നമ്പർ കൊടുത്താലും മതി. പിന്നെയുള്ളത് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന OBC, NCL അല്ലെങ്കിൽ SC, ST അങ്ങനെയുള്ള റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ മാത്രം മെൻഷൻ. അവിടെ നിങ്ങൾക്ക് ചോദിക്കുന്നിടത്ത് ജസ്റ്റ് അവരുടെ റെപ്ലിക്കയിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ കൂടി അത് മെൻഷൻ ചെയ്യുന്നിടത്ത് നിങ്ങൾ OBC, NCL ആണോ എന്ന് ചോദിക്കുന്നിടത്ത് യെസ് എന്ന് ക്ലിക്ക് ചെയ്ത് പോവുക. അതേപോലെ അല്ലെങ്കിൽ SC ആണോ എന്ന് ചോദിക്കുന്നിടത്ത് യെസ് ആണെങ്കിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്ത് പോവുക. ചിലപ്പോൾ അവിടെ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. റെപ്ലിക്കയിൽ അത് ഇല്ലാത്തതുകൊണ്ട് അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ JEEക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിന് നമ്പർ കൊടുത്താൽ മതി. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം അലോട്ട്മെന്റ് പ്രോസസ്സ് കഴിയുന്നത് വരെ. അപ്പൊ ഇത്രയാണ് അപ്ലോഡ്. അപ്പൊ അപ്ലോഡ് ചെയ്യേണ്ടത് ആദ്യത്തെ ഈ 7 ഡോക്യുമെന്റ് മാത്രമാണ്. ബാക്കി രണ്ടും നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായാൽ മതി. ഓക്കെ. അപ്പൊ ഇനി UDID കാർഡും അപ്ലോഡ് ചെയ്യാൻ ഇപ്പൊ നിലവിൽ ലിങ്ക് കാണുന്നില്ല. ഇനി ആഡ് ചെയ്ത് വരുമോ എന്നറിയില്ല. എന്നാലും ഇത്രയും ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി. ഇതാണ് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ. ഇനി അതിലെ രജിസ്ട്രേഷന്റെ സ്റ്റെപ്സ് നോക്കാം. രജിസ്ട്രേഷൻ സ്റ്റെപ്പ് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണ്, ഓഫ്ലൈൻ ഇല്ല. ഓൺലൈനിൽ മാത്രമേ നിങ്ങൾക്ക്, ഞാൻ ആദ്യം തന്നെ സൈറ്റിന്റെ അഡ്രസ്സ് പറഞ്ഞു, neet.nda.nic.in. അതിൽ ഓൺലൈൻ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ.
ഓൺലി വൺ ആപ്ലിക്കേഷൻ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു തെറ്റ് വന്നു എന്ന് കരുതിയിട്ട് പിന്നെ നിങ്ങൾ പുതിയ രജിസ്ട്രേഷൻ ചെയ്യരുത്. അപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് തന്നെ ഇൻവാലിഡ് ആയി പോകും. അതുകൊണ്ട് ഒറ്റ ആപ്ലിക്കേഷനെ കൊടുക്കാവൂ. അതേപോലെ ശ്രദ്ധിക്കുക, ഡോണ്ട് സെൻഡ് എനി ഡോക്യുമെന്റ്സ്. ഇതിൽ ഒരു കോപ്പിയും നിങ്ങൾ അവർ NTA-ക്ക് അയക്കുകയൊന്നും വേണ്ട. ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഓൺലൈനിൽ ചെയ്യുന്ന പ്രൊസീജിയറേ ഉള്ളൂ. ഒന്നും ബൈ പോസ്റ്റ് അയക്കേണ്ടതില്ല. ദെൻ അപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ഡോക്യുമെന്റ് പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് മൊബൈൽ നമ്പർ ഉണ്ടാവണം, വാലിഡ് ഇമെയിലും ഉണ്ടാവണം. ഇതിലേക്കൊക്കെയാണ് നിങ്ങളുടെ OTP വരിക. ഓക്കെ, അതുകൊണ്ട് വാലിഡ് മൊബൈൽ നമ്പറും ഇമെയിലും ഉണ്ടാവണം. ഇനി നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് ന്യൂ രജിസ്ട്രേഷൻ ഉണ്ടാവും, ഒന്ന് ഓൾറെഡി രജിസ്റ്റേർഡിനുള്ള ലോഗിനും ഉണ്ടാവും. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ ആണ്. ഈ ന്യൂ രജിസ്ട്രേഷനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഡീറ്റെയിലും ബേസിക് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രൈമറി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ പ്രൈമറി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പിന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓൾറെഡി രജിസ്റ്റേർഡിലേക്ക് വരാം. ആദ്യം തന്നെ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ബേസിക് ഡീറ്റെയിൽസും കൊടുത്ത് നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ രജിസ്റ്റേർഡ് ആയി. ഇനി നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ പിന്നെ ന്യൂ രജിസ്ട്രേഷൻ അല്ല, ഓൾറെഡി നിങ്ങൾ രജിസ്റ്റേർഡ് ആയി, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ള കാൻഡിഡേറ്റിന്റെ ഓപ്ഷനിലാണ് ചെയ്യേണ്ടത്. അത് മറക്കരുത്. അത് ഓൾമോസ്റ്റ് നിങ്ങൾ CUT-യും JEE-യും ഒക്കെ ചെയ്തുകൊണ്ട് ഇത് നിങ്ങളിപ്പോൾ യൂസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങളൊരു കഫേയിൽ നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഒരു കഫേയിൽ പോയി ചെയ്യുകയായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തു. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഒരുപാട് പേജുകളുണ്ട്. നിങ്ങൾ JEE ചെയ്തപ്പോഴും CUT ചെയ്തപ്പോഴും അറിയാം, ഒരുപാട് പേജുകളുണ്ട്. പക്ഷെ എല്ലാം വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞാനിത് ജസ്റ്റ് പേജിന്റെ ഡീറ്റെയിൽ മാത്രം പറയുന്നു. ഇപ്പോൾ ഒരു പേജിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അത് മുഴുവൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ പേരൻസിന്റെ ഡീറ്റെയിൽ, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ ഒക്യുപ്പേഷൻ, ഇങ്ങനെ കുറേ ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ ഡിസബിലിറ്റി ഉണ്ടോ, അതുപോലെ നിങ്ങളുടെ ഐഡന്റിറ്റി ഡീറ്റെയിൽ, അബാർ ID ഉണ്ടെങ്കിൽ അത് നിർബന്ധമൊന്നുമല്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. എന്ന് പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോവാം. പിന്നെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എക്സാം സെന്ററുകൾ, നിങ്ങളുടെ എക്സാം ഏത് ലാംഗ്വേജിൽ വേണം, പിന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ, നിങ്ങളുടെ +2 ഡീറ്റെയിൽസ്, അതേപോലെ അഡീഷണൽ ഡീറ്റെയിൽസ്. ബാക്കി ഇപ്പോൾ ഈ അഡീഷണൽ ഡീറ്റെയിൽസിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ബ്രദേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ എക്സാം എഴുതുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽ, ഇവിടെ നിങ്ങൾ വീണ്ടും ഒരു വേറെ ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കേണ്ടി വരും. ദെൻ ഇനി ഒരു ലൈവ് ഫോട്ടോ, ഈ വർഷം തൊട്ട് കാണുന്ന ഒന്നാണ് ലൈവ് ഫോട്ടോ. CUT-ക്കും JEE-ക്കും ഒക്കെ ഉണ്ടായിരുന്നു ലൈവ് ഫോട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ മിസ്മാച്ച് ആയാൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാനുള്ള വഴിയുണ്ട്. അങ്ങനെ മിസ്മാച്ച് ചെയ്തവർക്ക് പിന്നീട് JEE-യുടെ കാര്യം ചെയ്തവർക്ക് അറിയാം, പിന്നീട് അവർക്ക് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പൊ അത് നിങ്ങളൊരു ഫോം എടുത്ത് ആ ഫോമിൽ നിങ്ങളുടെ പുതിയ ഫോട്ടോ ഒട്ടിച്ച് നിങ്ങളുടെ പ്രിൻസിപ്പളിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ടൊക്കെ പോകണമായിരുന്നു. മിസ്മാച്ച് ചെയ്യുന്നവർക്ക് മാത്രം. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കതൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ലൈവ് ഫോട്ടോ ഇത് ശ്രദ്ധിക്കണം. ഇനി ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന പേജ്, ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഇതിന് ശേഷമാണ് നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഫീ പേയ്മെന്റ് എത്രയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഫൈനൽ സബ്മിഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ ഓരോന്ന് കഴിയുമ്പോഴും, ഇത് ഓരോന്നും ഓരോ പേജാണ്, ഓരോ പേജ് കഴിയുമ്പോഴും നിങ്ങൾക്ക് കൺഫർമേഷൻ ഉണ്ടാവും, ചെക്ക് ബോക്സുകൾ ഉണ്ടാവും, അതേപോലെ നിങ്ങൾക്ക് OTP വരും. ഇതിങ്ങനെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം. എന്നിട്ട് പിന്നീട് വീണ്ടും ബേസിക് ഈ ഓൾറെഡി രജിസ്റ്റേർഡിൽ പോയിട്ട് അതിന്റെ ബാക്കി തുടരാം. ഒരൊറ്റ ഇരിപ്പിൽ തന്നെ ചെയ്തു തീർക്കണമെന്നില്ല. ആദ്യത്തെ 2-3 പേജ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് കുറെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ സെഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് കാണിക്കും, അതിന്റെ ബാക്കിയിൽ തുടർന്നാൽ മതി. ഓക്കെ, അങ്ങനെ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുക, ഫീ പേയ്മെന്റ് നടത്തി ഫൈനൽ സബ്മിഷൻ നടത്തി കഴിയുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുക. കഴിഞ്ഞില്ല, ഫൈനൽ സബ്മിഷൻ നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ പേജ് കിട്ടും. എല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ പേജ് കിട്ടും ഈ ഫൈനൽ സബ്മിറ്റിന് ശേഷം. ഈ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. ഇത് നിങ്ങൾക്ക് ഒരുപാട് കാലങ്ങൾക്ക് ആവശ്യം വരും. അതായത് അലോട്ട്മെന്റ് വരെ, അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കോളർഷിപ്പിനൊക്കെ അപേക്ഷിക്കുമ്പോൾ അപ്പോഴുൾപ്പെടെ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ വേണ്ടി വരും. അതുകൊണ്ട് ഫൈനൽ കൺഫർമേഷൻ പേജിന്റെ സഫീഷ്യന്റ് കോപ്പി നിങ്ങൾ പ്രിന്റ് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ മറ്റോ സേവ് ചെയ്തിടുക. മിസ്സായി പോകരുത്, പിന്നെ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ സബ്മിറ്റ് കഴിഞ്ഞ് ഫൈനൽ കൺഫർമേഷൻ പേജും എടുത്താൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. പിന്നെ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സസിൽ കിട്ടും. ഇപ്പൊ നിങ്ങൾ എക്സാം സെന്റർ ചൂസ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് ലിസ്റ്റുകൾ ഉണ്ടാവും, അതിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ എക്സാം ബോർഡ് ചൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് താഴേക്ക് ഓപ്ഷൻസ് ഉണ്ട്, സ്ക്രോൾ ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ മുമ്പ് രജിസ്ട്രേഷൻ, ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നോർമലി ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടുപോകുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ അപേക്ഷയും ചെയ്തു, അല്ലെങ്കിൽ കുറെ ആപ്ലിക്കേഷൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്കത് സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ ഡീറ്റെയിലേക്ക് വരുന്നില്ല. ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ നീറ്റിന്റെ 2026 രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ മറ്റ് അപ്ഡേറ്റുകളും മറ്റോ സൈറ്റിൽ വരികയാണെങ്കിൽ, ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് ഒഫീഷ്യൽ സൈറ്റിൽ, അവരുടെ സൈറ്റിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനെ
നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇന്ത്യയുടെ സൈറ്റിൽ നിങ്ങൾക്ക് റെഗുലർലി അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ആ അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് ഞങ്ങളും ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, നേരിട്ട് എടുക്കുന്നതാണ് എപ്പോഴും സേഫ്. ഓക്കെ, അപ്പോൾ ഇവരുടെ മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.